ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിക്കുള്ള ഉള്ളിയും തക്കാളിയായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. 2 തക്കാളി, 2 അല്ലി കറിവേപ്പില, പിന്നെ കുറച്ച് പച്ചമുളകും 2 പച്ചമുളക്, പിന്നെ ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. അതിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ, അത് കുറച്ച്, പിന്നെ വല്ലുള്ളി കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കണേ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിനാണ് കത്തിച്ചടോ. അപ്പോൾ കുക്കർ കത്തിക്കണ്, കുക്കറല്ല ഗ്യാസ് കത്തിക്കണ്. ഞാൻ കുക്കർ കത്തിക്കണ് കാരണം കുക്കറല്ലടോ കത്തിക്കണ്, ഗ്യാസ് അടുപ്പ് കത്തിക്കണ്. അതിതൊന്നും ചൂടായി വരട്ടടോ. അപ്പോൾ നമുക്ക് ഇത് ചൂടായി വന്നിക്കണ്. വെളിച്ചെണ്ണ വാരണ്ടിട്ടേക്ക് വെളിച്ചെണ്ണ പാകത്തിന് പറഞ്ഞാൽ മതി കേട്ടോ. തോന ഉപയോഗമൊന്നും അത്ര നല്ലതല്ല. അപ്പോൾ പാകത്തിന് പാതി. അപ്പോൾ നമ്മളെ കുക്കറിൽ എണ്ണ ചൂടായി. അപ്പോൾ വല്യുള്ളി ഇടും കേട്ടോ. വലിയ ഉള്ളി ഇട്ടിടുന്നുണ്ട്. ഇനി നമുക്ക് അളക്കുക. നല്ലോണം വഴറ്റി വെച്ചടോ. അപ്പോൾ നമുക്ക് ഉള്ളി വാടി വരുന്ന സമയം കൊണ്ട് ഇതൊന്നും ചതച്ചെടുക്കട്ടെ വേഗം. ഈ കുറച്ച് വലിയ ജീരകം ഉണ്ട് കേട്ടോ. അല്ല, ഞാൻ ഇവിടെ വലിയ ജീരകത്തിൻ്റെ ഒരു പാക്കറ്റ് വെച്ചിരുന്നു. ഇട്ടത് എവിടെയാണത്? കിട്ടിയില്ല. ഇവിടെ ജീരകത്തിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായില്ല. ഇവിടെ ഇത് കാണാനുണ്ടായില്ല, പൊട്ടിച്ചിട്ടുണ്ടായില്ല. അപ്പം ജീരകം എടുത്ത് കുറച്ച് കഴുകിയിട്ടുണ്ടോ, ഒന്ന് ഇതിൽ ഇട്ടേ. അപ്പം നമുക്ക് ഇതൊന്ന് അരക്കാം. അപ്പം നമുക്ക് കറിവേപ്പില ഇടാട്ടോ. ചൂടായി വന്നിട്ട് ഇനി വേഗം നമ്മൾ ഈ ചതച്ചത് ഇടാട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ചിക്കൻ കറി അല്ലേ, അപ്പോൾ വേഗം ഇട്ടിട്ട് വേഗം ഉണ്ടാക്കുന്നത് വാട്ടിയിട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പം ഇനി നമുക്ക് തക്കാളി ഇടാം കേട്ടോ. തക്കാളി ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. ഇങ്ങനത്തെ ചെറിയ കുക്കറിൻ്റെ കേസ് പെട്ടെന്നുണ്ട് ഇത് ഉണ്ടാക്കാൻ. മറ്റേ നമ്മൾ ചട്ടിയിലോ തീമച്ചാലേ നമ്മൾ പാകത്തിന് വെള്ളം പാറ തീമച്ചാൽ പിന്നെ നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കറിയൊന്നും തോന്നുന്നുണ്ടാവില്ല. അതൊക്കെ തിളച്ചാകുമ്പോഴത്തേനൊക്കെ വറ്റിയാണ്ട് കുറുകിയാണ്ട് പിന്നെ അതിൽ വല്ല ചൂടുവെള്ളം ഉണ്ടാക്കി പാരാനോ കുത്തിറക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ അതിലേറെ നല്ല എന്താണെന്ന് അറിയോ, ഇങ്ങനത്തെ ഒരു ചെറിയ കുക്കറുണ്ടെങ്കിൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വിസിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒരു 2 വിസിലിന് വന്നാൽ നമ്മൾ ഓഫാക്കിയിടുക. ഓഫാക്കിയിട്ട് കുറച്ചൊന്നായിട്ട് ചൂട് ഇതാകുമ്പോഴത്തേന് അവിടെ എടുത്താൽ പാകത്തെ ചിക്കൻ കറി വെന്തുകൊണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പാകത്ത് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് വഴറ്റി വന്നിട്ട് ഉപ്പ് ഏറരുത്, പാകത്തിന്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടാൻ നമ്മൾ ആദ്യം എന്താ ഇടുകയെന്നറിയോ. ഞാൻ ചെയ്യണ വരട്ടെ ഞാൻ പറഞ്ഞിരുന്നത് മുളകും പൊടി നല്ലോണം ഒന്ന് പാകത്തിന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം. അപ്പോൾ ആ ഉള്ളിക്കും തക്കാളിക്കൊക്കെ എന്താവും, നമ്മൾ ഈ മുളക് പൊടിൻ്റെ ഒരു ചുവന്ന കളറ് നമ്മൾ പിടിച്ച് കിട്ടും. അപ്പോൾ ഈ ചിക്കൻ കറി വെന്താലും അത് നല്ല ഒരു കളറ് കിട്ടും. നമുക്ക് കണ്ടാൽ തിന്നാൻ തോന്നും. ചില കറിയൊക്കെ കണ്ടാൽ നമുക്ക് തിന്നാൻ തന്നെ തോന്നില്ല. അതിൻ്റെ കളറൊക്കെ കണ്ടാൽ തന്നെ ചിലപ്പോൾ രസമൊക്കെ ഉണ്ടാവും, പക്ഷെ കളറ് കണ്ടുകൊണ്ടൊക്കെ ചിലപ്പോൾ തിന്നാൻ തോന്നുന്ന ആൾക്കാരുണ്ടാവില്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുകൊണ്ട് കേട്ടോ. കണ്ടാൽ തന്നെ നമുക്ക് തിന്നാൻ തോന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു കറിയാട്ടെ ഞാൻ ഉണ്ടായി തരുന്നേ. അപ്പോൾ അടുത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഏറരുത്. മഞ്ഞൾപ്പൊടി എന്ത് സാധനത്തിലും ഏറരുത്. ഏറിക്കഴിഞ്ഞാൽ പോയി കാര്യം. മഞ്ഞൾപ്പൊടി ഏറിക്കഴിഞ്ഞാൽ ആകെ ഒരു ചമർപ്പേക്കാരം. ഇത് ഏത് കോഴിയല്ല ആടല്ല, കരിങ്കോയിനെ പിടിച്ച് കൂട്ടാണ്ടാക്കിയിട്ടും കാര്യമല്ല. മഞ്ഞപ്പൊടിൻ്റെ ഒരു കുത്തൽ വേർത്തന്നെ നിൽക്കൂട്ടോ.
അപ്പോൾ നമുക്ക് മഞ്ഞൾ പാകത്തിന്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ കറിക്ക് നമ്മൾ ബീഫിക്ക് ഇടുന്ന മാതിരി ഉള്ള മല്ലിപ്പൊടിയൊക്കെ പാടെ കൗത്താൻ പാടില്ല കേട്ടോ. മല്ലിപ്പൊടി ഒരു പാകത്തിന് കുറച്ചേ ഇടാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടും കേട്ടോ. നമ്മൾ ഈ ഉള്ളതൊക്കെ പാടെ വാതിലിച്ചിടുമ്പോഴാണ് ഈ സാധനം കേടുന്നത്. എല്ലാവരും വിചാരത്താറ് കുറേ സാധനം ഇട്ട സാധനം നല്ല ഉഷാറാവും. അങ്ങനെയല്ല കേട്ടോ, എല്ലാത്തിനും ഓരോ പാകമുണ്ട്. ആ പാകത്തിന് ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഇനി ലേശം കുരുമുളകിൻ്റെ പൊടി ഇട്ടോ. അപ്പോൾ ഇനി കുരുമുളകും പൊടി ഇടുന്നുണ്ട് അറിയില്ലേ. അപ്പോൾ ഞാൻ ആ മുളകും പൊടിൻ്റെ അതുകൊണ്ട് തന്നെ കുരുമുളകും പൊടി ലേശത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കിട്ടും. ഇനി നമുക്ക് ചിക്കൻ കഴുകി വെച്ച് വിടാം കേട്ടോ. ചിക്കന് നല്ലോണം കഴുകിക്കട്ടോ. കഴുകി കുട്ടപ്പനാക്കട്ടെ. നമ്മൾ നല്ല ഉസാറിൽ വെക്കണം. ചിക്കൻ്റെ രക്തവും കാര്യങ്ങളും ചൂലാളൊക്കെ ഉണ്ടാവും. നല്ലോണം വൃത്തിയിൽ നോക്കിയിട്ട് കഴുകി വാരി അവിടെ അടച്ച് വെക്കണം നമ്മൾ കുറച്ച് നേരം കേട്ടോ, ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ തന്നെ. അപ്പം ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് കിടക്കട്ടെ. അതോളം നമുക്ക് എന്ത് ചെയ്യാം, ഈ സിമ്മൊന്ന് കൂട്ടി കൊടുക്കുക, തീയൊന്ന് കൂട്ടി കൊടുക്കുക, നിർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇത് കുറച്ച് നേരം മസാലയിൽ കിടന്നുകൊണ്ട് ഉസാറായിട്ടൊന്ന് ചൂടായി വന്നിട്ട് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് പച്ചവെള്ളം നമ്മൾ തൊടിയിച്ചെണ്ണ ചെയ്യരുത്. ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അതാ ഞാൻ പറഞ്ഞു കേട്ടോ. ഉള്ള വെള്ളമൊക്കെ പാടെ പോകാനും ചെയ്യരുത്. കാരണം കുക്കറിലാവുമ്പോഴേ പെട്ടെന്ന് ഇതിൽ വെള്ളം ഉണ്ടാവും. നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലേശം മേലെ പൊന്തിന്നാൽ മതി. എന്നാൽ തന്നെ കറി ഇതിലുണ്ടാവും. അപ്പം ഇനി നമ്മൾ എല്ലാതും റെഡിയാക്കി കുക്കർ അടക്കാൻ പോകാം കേട്ടോ. അടക്കണതിന് മുന്നായിട്ട് ഇതിലെല്ലാതും കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്ന് സ്പൂണോട് എല്ലാം ഒന്ന് എടുത്തുകൊണ്ട് ഒന്ന് നനച്ച് നോക്കിയിട്ട് അടച്ചുകൊണ്ട് വെക്കടോ. ഈ വിസിൽ വരട്ടെ. അപ്പോൾ ഗേസ് നമ്മളുണ്ടാക്കിയ കറി ഉസാറായിട്ട് വന്നു കേട്ടോ. പാകത്തെ കറി ഉസാറായി കിട്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് പാരട്ടോ. അപ്പോൾ അതാണ് നമ്മളെ ചിക്കൻ കറി. നമ്മളെ ക്യാമറ വലിയ ഉസാറില്ല കേട്ടോ. ക്യാമറ ഒക്കെ നമുക്ക് ഉസാറാക്കണം. അപ്പോൾ ക്യാമറയും ഫോണൊക്കെ ഉസാറാക്കി വാങ്ങോളം നമ്മളൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യട്ടോ. നമ്മളെ കറിയൊക്കെ ചോപ്പ് തന്നെയാണ്, പക്ഷേ ക്യാമറയിൽ ഒരു മഞ്ഞ കളറായിട്ടൊക്കെ കാണുന്നതെന്നുള്ളൂ. അടിപൊളി കറിയാണ് കേട്ടോ. നമുക്ക് നെയ്ച്ചോർക്കും ചപ്പാത്തിക്കും പൊറാട്ടിക്കും തേങ്ങാച്ചോറ്റിക്കൊക്കെ കൂട്ടാം. അപ്പോൾ നമ്മൾ ചിക്കൻ കറീൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബർ കുറച്ച് കുറവാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്താണ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി നമ്മളിടുന്ന നല്ല വീഡിയോസൊക്കെ നിങ്ങൾ മുന്നിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ മാതിരിയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇനിയും എല്ലാ സിമ്പിളായിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ വരാം. കറികളും എന്തൊക്കെ നിങ്ങൾക്ക് ഇടേണ്ടി